സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിന്റെ പരിശീലന മൈതാനമായ വാൽഡബബാസിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. ടീമിലെ വിശ്വസ്തരായ രണ്ട് മധ്യനിര താരങ്ങൾ ഫെഡറിക്കോ വാൽവർദയും ചൗമേനിയും തമ്മിലുണ്ടായ തർക്കം കേവലം വാക്കേറ്റത്തിൽ ഒതുങ്ങാതെ ക്ലബിന്റെ അച്ചടക്ക നടപടികളിലേക്കും ആശുപത്രി സന്ദർശനത്തിലേക്കും വഴിമാറിയിരിക്കുകയാണ്. ഒരു കിരീടമില്ലാത്ത സീസണിന്റെ സമ്മർദ്ദവും നിരാശയുമാണ് ഈ പൊട്ടിത്തെറിക്ക് പിന്നിലെന്ന് വ്യക്തമാണ്. സംഭവം വിവാദമായതോടെ വാൽവർദെ തന്റെ മൗനം വെടിഞ്ഞ് രംഗത്തെത്തി. പരിശീലനത്തിനിടയിലുണ്ടായ തർക്കം സ്വാഭാവികമാണെന്നും എന്നാൽ അതിത്ര വലിയ ചർച്ചയാകുമെന്ന് കരുതിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. മത്സരങ്ങളുടെ ആധിക്യവും ടീം നേരിടുന്ന തിരിച്ചടികളും കളിക്കാരെ മാനസികമായി തളർത്തുന്നുണ്ടെന്നും അതിന്റെ പ്രതിഫലനമാണ് മൈതാനത്ത് കണ്ടതെന്നും അദ്ദേഹം തുറന്നു സമ്മതിച്ചു. ഡ്രസ്സിംഗ് റൂമിലെ രഹസ്യങ്ങൾ പുറത്തായതിലുള്ള അതൃപ്തിയും താരം പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ താൻ ആശുപത്രിയിലായതിനെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകളിൽ വാൽവർദെ വ്യക്തത വരുത്തി. ചൗമേനിയുമായുള്ള വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതിനിടയിൽ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ മേശപ്പുറത്ത് കൈക്കൊണ്ടിടിച്ചതായും ഇതിനിടയിൽ നെറ്റിയിൽ മുറിവേറ്റതായും അദ്ദേഹം പറയുന്നുണ്ട്. മുറിവ് സാരമുള്ളതിനല്ലാത്തതിനാൽ പ്രാഥമിക ചികിത്സയ്ക്കായി മാത്രമാണ് ആശുപത്രിയിൽ പോയതെന്നും സഹതാരം തന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ലെന്നും വാൽവർദെ വിശദീകരിച്ചു. എങ്കിലും ക്ലബിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വളരെ ഗൗരവമേറിയതാണ്. സംഭവത്തിൽ ഇരു താരങ്ങൾക്കെതിരെ ഒഫീഷ്യലായി അച്ചടക്ക നടപടികൾ ആരംഭിച്ചതായി റയൽ മാഡ്രിഡ് പത്രക്കുറിപ്പിലൂടെ അറിയിക്കുന്നുണ്ട്. ക്ലബിന്റെ മൂല്യങ്ങൾക്കും അന്തസ്സിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരോട് വിട്ടുവീഴ്ചയില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ മാനേജ്മെന്റ് നൽകുന്നത്. ആഭ്യന്തര അന്വേഷണത്തിന് ശേഷം ഇരുവർക്കും കനത്ത പിഴയോ സസ്പെൻഷനോ ലഭിക്കാൻ സാധ്യതയുണ്ട്. പരിശീലനത്തിനിടയിലുണ്ടായ ഈ ഉരസൽ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശം സമയത്താണ് സംഭവിക്കുന്നത്. നിർണായകമായ എൽ ക്ലാസിക്കോ പോരാട്ടം പടിവാതിൽക്കിൽ എത്തി നിൽക്കെ ടീമിനുള്ളിൽ ഐക്യം നഷ്ടപ്പെടുന്നത് ആരാധകരെ ആശങ്കയിലായി. ഞായറാഴ്ച ബാർസലോണക്കെതിരെ നടക്കുന്ന മത്സരത്തിൽ തോറ്റാൽ ചിരവൈരികൾ കിരീടം ഉറപ്പിക്കുമെന്നിരിക്കെ ടീമിലെ പ്രധാന താരങ്ങൾ തമ്മിലുള്ള ഈ അകൽച്ച ഗുണകരമാകില്ല. വാൽവർദയുടെ പരിക്കിനെ കുറിച്ചുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളും ശുഭകരമല്ല. 10 മുതൽ 14 ദിവസം വരെ വിശ്രമം വേണ്ടിവരുമെന്നാണ് സൂചനകൾ പറയുന്നത്. ഇതോടെ ബാർസലോണക്കെതിരെയുള്ള മത്സരവും സീസണിലെ അവശേഷിക്കുന്ന മറ്റ് മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമാകും. ടീമിന്റെ എഞ്ചിനെന്ന് വിശേഷിപ്പിക്കാവുന്ന വാൽവർദയുടെ അഭാവം മധ്യനിരയുടെ കരുത്ത് ചോർക്കും എന്നുറപ്പാണ്. ക്ലബ്ബ് പ്രസിഡന്റ് ഫ്ലോറന്റീനോ പെരസ് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. ടീമിനുള്ളിലെ അച്ചടക്കമില്ലായ്മ വച്ചുപൊറുപ്പിക്കാനാകില്ലെന്ന് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. സീസണിലുടനീളം ടീം നേരിടുന്ന തിരിച്ചടികൾക്ക് പുറമെ ഇത്തരം അച്ചടക്ക ലംഘനങ്ങൾ കൂടി ഉണ്ടാകുന്നത് ക്ലബിന്റെ ബ്രാൻഡ് മൂല്യത്തെ ബാധിക്കുമെന്ന് മാനേജ്മെന്റ് ഭയപ്പെടുന്നു. കൗതുകകരമായ വസ്തുത എന്തെന്ന് വെച്ചാൽ ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല എന്നതാണ്. ഈ സീസണിൽ പലതവണ റയൽ മാഡ്രിഡ് താരങ്ങൾ തമ്മിൽ മൈതാനത്ത് ഉരസലുകൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. നേരത്തെ പ്രതിരോധ താരം ആന്റോണിയോ റൂഡ്രിഗറും സമാനമായ രീതിയിൽ സഹതാരങ്ങളുമായി തർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് മാപ്പ് പറയുകയും ചെയ്തിരുന്നു. മറ്റൊരു പ്രധാന വിവാദം സൂപ്പർ താരം കിലിയൻ എംബാപ്പയെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്. പരിശീലനത്തിനിടെ അസിസ്റ്റന്റ് റെഫറിയായി പ്രവർത്തിച്ച കോച്ചിംഗ് സ്റ്റാഫിനോട് താരം കയർത്ത് സംസാരിച്ചത് വാർത്തയായിരുന്നു. ഇതിനു പുറമെ പരിക്കിന്റെ അവധിയിൽ ഇറ്റലിയിലേക്ക് യാത്ര ചെയ്തതും എംബാപ്പയെ വിമർശനങ്ങളുടെ നിഴലിലാക്കി. വൻ പ്രതീക്ഷകളോടെ ടീമിലെത്തിയ താരം അച്ചടക്കത്തിന്റെ കാര്യത്തിൽ പിന്നോട്ടു പോകുന്നത് ക്ലബിന് തലവേദനയാകുന്നു. റയൽ മാഡ്രിഡ് നേരിടുന്ന ഈ പ്രതിസന്ധി കേവലം കളിക്കാർ തമ്മിലുള്ള തർക്കമായിട്ട് മാത്രം പരാജയങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന മാനസിക സമ്മർദ്ദത്തിന്റെ പ്രതിഫലമാണ്. കിരീടങ്ങളില്ലാത്തൊരു സീസൺ അവസാനിക്കുമ്പോൾ സ്വാഭാവികമായും കളിക്കാരും പരിശീലകരും ഇത്തരം വലിയ സമ്മർദ്ദത്തിലാകും. ഈ സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിൽ ടീം പരാജയപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് ഇത്തരം സംഭവങ്ങൾ. മാധ്യമങ്ങളുടെ അമിത ഇടപെടലും ഈ വിഷയത്തെ വഷളാക്കിയെന്നാണ് വാൽവർദെ കുറ്റപ്പെടുത്തുന്നത്. സാധാരണ രീതിയിൽ ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ പരിഹരിക്കപ്പെടേണ്ട ചെറിയ തർക്കങ്ങൾ പോലും പെരുപ്പിച്ചു കാട്ടാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. കളിക്കാർക്കിടയിലെ അവിശ്വാസം മൈതാനത്തെ പ്രകടനത്തെ ബാധിക്കുമോ എന്ന ഭയം പരിശീലകൻ അർബലാവോക്കുണ്ട്. താരങ്ങളെ ഒന്നിപ്പിക്കാനും ഡ്രസ്സിംഗ് റൂമിലെ സമാധാനം വീണ്ടെടുക്കാനുമാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുന്നത്. റയൽ മാഡ്രിഡിന്റെ സീസൺ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ മെയ് 24-ന് അത്ലറ്റിക്കോ ബിൽബാവോക്കെതിരെയാണ് അവസാന മത്സരം. അതിനു മുമ്പ് ടീമിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മാന്യമായ ഒരു വിടവാങ്ങൽ നടത്താനാണ് ക്ലബ്ബ് ആഗ്രഹിക്കുന്നത്.
ചൗമേനിയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം അദ്ദേഹത്തിന്റെ കരിയറിലെ കറുത്ത പാടായി മാറിയിരിക്കുകയാണ്. യുവതാരമെന്ന നിലയിൽ ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലുണ്ടായ ഈ അച്ചടക്ക നടപടി അദ്ദേഹത്തിന്റെ ഭാവി സാധ്യതകളെ ബാധിച്ചേക്കാം. ക്ലബ്ബ് നൽകുന്ന ശിക്ഷാ നടപടികൾ എന്തായിരിക്കുമെന്ന് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുകയാണ്. ടീമിനെ അടിമുടി പരിഷ്കരിക്കേണ്ട സമയമാണെന്ന വാദത്തിന് ഇത് കരുത്തു പകരുന്നു. മുതിർന്ന താരങ്ങളും യുവതാരങ്ങളും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതെന്ന് പണ്ഡിറ്റുകൾ വിലയിരുത്തുന്നു. ചുരുക്കത്തിൽ റയൽ മാഡ്രിഡ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കലുഷിതമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വരാൻ അടിമുടി മാറ്റങ്ങൾ ആവശ്യമായ ഈ ഘട്ടത്തിൽ ടീമിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുമെന്നത് കാത്തിരുന്ന് കാണാം.